പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ JCNDSD ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും വാട്സാപ്പ് ഗ്രൂപ്പിലുമായി ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു ചെറിയ ഓഡിയോ സന്ദേശം നൽകുവാൻ സമയങ്ങളെ വേർതിരിച്ചു എന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും കൃപയ്ക്കുമായി ആദ്യമേ കോടാകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഒപ്പം ഈ ഗ്രൂപ്പിൽ ഒരവസരം സംസാരിക്കുവാൻ ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരായ അഡ്മിൻ മെമ്പർമാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും വന്ദനവും അറിയിക്കുന്നു. അപ്പസ്തോലിക ഉപദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 4 വർഷത്തിലധികമായി യെരുസലേമിൽ അപ്പസ്തോല പിതാക്കന്മാരാൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി ആരംഭിക്കപ്പെട്ട യെരുസലേമിൽ തുടങ്ങിയ ക്രിസ്തീയ സഭ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ അടിസ്ഥാനമായി പറയുന്ന 7 ഉപദേശങ്ങൾ പ്രസ്താവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന ആയിരക്കണക്കിന് പെന്തക്കോസ്തൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലും ലോകത്തിലും എല്ലായിടത്തുമുണ്ട്. എന്നാൽ സഭയുടെ അടിസ്ഥാനം അപ്പസ്തോലിക ഉപദേശമാണ് എന്നും അതിൻ്റെ അടിസ്ഥാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 38 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണെന്ന് ഭംഗ്യന്തരേണ അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു പെന്തക്കോസ്തൽ സഭകളും ആ മൂലസഭ യെരുസലേമിൽ സ്ഥാപിതമായ മൂലസഭ അടിസ്ഥാന ഉപദേശമായി സ്വീകരിച്ചിട്ടുള്ളതും ആചരിച്ചിട്ടുള്ളതും പ്രമാണിച്ചിട്ടുള്ളതുമായ കൽപ്പനകളെ പ്രമാണിക്കാത്തതും അതിനെ വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആണെന്നുള്ളതാണ് ശരിയായ ഒരു വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം. ഞാനിത് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശം കേവലം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ഒരു ഉപദേശ രൂപത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലുള്ളതല്ല. അതിൻ്റെ വേരുകൾ ആഴത്തിൽ ചെന്നിറങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്ന മെസ്സിഹ പ്രവചനത്തിൽ തുടങ്ങി മലാക്കി വരെയുള്ള മലാക്കി 2:10 ഉൾപ്പെടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരുടെ ശബ്ദത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് പുതിയ നിയമം ഒന്നാകെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം യഹൂദന്മാരുടെ തനാക്കിൽ തന്നെയാണ്. അപ്പോൾ എന്നാൽ യഹൂദന്മാർക്ക് അവരുടെ തനാക്കിൽ വെളിപ്പെട്ടിരിക്കുന്നതായ അല്ലെങ്കിൽ തനാക്കിൽ അവർക്ക് വെളിപ്പെടാത്തതും അവർക്ക് മറഞ്ഞിരിക്കുന്നതും എന്നാൽ ദൈവിക വെളിപ്പാടുള്ള ഏവർക്കും വളരെ സുപരിചിതവുമായ അനവധി പ്രവചന സൂക്തങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അവരുടെ മെസ്സിഹായിൽ അധിഷ്ഠിതമാണ് പുതിയ നിയമത്തിലെ സഭ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി പ്രത്യേകിച്ച് യെശയ്യാവിലേക്കും യെരമ്യാവിലേക്കും വരുമ്പോൾ മെസ്സിഹ ഈ ഭൂമിയിൽ വരുമ്പോൾ താൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും താൻ ഏറ്റെടുക്കാൻ പോകുന്ന മരണത്തെ സംബന്ധിച്ചും എല്ലാമുള്ള വ്യക്തമായ പ്രവചനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പഴയ നിയമം മലാക്കി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തോടുകൂടി അവസാനിക്കുന്നത്. മലാക്കിയിൽ അവസാനത്തെ യഹൂദ പ്രവാചകൻ വന്നതിന് ശേഷം പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രവാചകൻ വരുന്നത് 400 സംവത്സരങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ മാത്രമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന യഹോവയുടെ ആഗമനത്തെ സംബന്ധിച്ച് ജനത്തെ അറിയിക്കുക, അല്ലെങ്കിൽ യഹോവയുടെ പ്രത്യക്ഷതയെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. വരുവാനിരിക്കുന്ന യഹോവ ഇസ്രായേലിൻ്റെ രക്ഷിതാവ്, സൗഖ്യദായകൻ, മുറിവ് വെച്ച് കെട്ടുന്നവൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നവൻ, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നവൻ എന്നിങ്ങനെ യെശയ്യാവ് 40-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ള തിരുവെഴുത്തുകളിൽ അടിസ്ഥാനത്തിൽ വരുവാനിരിക്കുന്ന മെസ്സിഹായെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു പ്രത്യേക മിനിസ്ട്രി മാത്രമാണ് അവിടെ യോഹന്നാൻ സ്നാപകനുള്ളത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒരു ട്രാൻസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ബാറ്റൺ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ സംസാരിക്കപ്പെട്ടിരിക്കുന്ന ആ മെസ്സിഹായെ പുതിയ നിയമത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിനെ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടായി കർത്താവായ യേശുക്രിസ്തുവിനെ മാനവജാതിക്ക് അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യോഹന്നാൻ സ്നാപകനെ പഴയ നിയമത്തിലുടനീളം പ്രവചനമായി പ്രസ്താവിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷയെ സംബന്ധിച്ച് യെശയ്യാ 40 അതുപോലെ മലാക്കിയുടെ 3-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മലാക്കി 3-ലും യെശയ്യാവ് 40-ലും പ്രസ്താവിച്ച് കാണുന്ന മെസ്സിഹായെ ഇസ്രായേൽ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ഉദ്ദേശം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പ്രസ്താവിക്കുന്നത് കേവലം യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ബാല്യം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുക എന്നതിലും അപ്പുറം അറുക്കാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ മാനവജാതിയുടെ പാപങ്ങൾക്ക് തനാക്കിൽ യഹൂദന്മാരുടെ തോറായിലും അവരുടെ നെവീമിലും കെത്തൂബിമിലും അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവചനമായി സംസാരിക്കപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ചും യെശയ്യാ 53-ലെ മെസ്സിഹായുടെ ബലി സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ യാഗം സംബന്ധിച്ചുള്ള പ്രവചനത്തിൻ്റെ പൂർണ്ണതയെ ഇസ്രായേൽ ജനതയ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഓരോ കുഞ്ഞാടും ആട്ടുകൊറ്റനും അല്ലെങ്കിൽ കാളക്കിടാവും എന്തിൻ്റെ പ്രതീകമായിരുന്നു? അത് കേവലം നിഴൽ ബലിയായിരുന്നു. പൊരുൾ ബലിയാകുന്നവൻ വരുവാനിരിക്കുന്ന കുഞ്ഞാടാകുന്ന മെസ്സിഹായാണ് എന്ന് അവതരിപ്പിക്കുകയായിരുന്നു യോഹന്നാന്റെ വരവിൻ്റെ ഉദ്ദേശം. അപ്പോൾ വളരെ വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നത് കാൽവരി ക്രൂസിലൂടെ മാനവജാതിയുടെ പാപകടങ്ങൾക്ക് വേണ്ടി വരുവാനിരിക്കുന്ന മെസ്സിഹ അർപ്പിക്കാൻ പോകുന്ന യാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാന്റെ ഉദ്ദേശം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന ഒരു കാര്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ 17-ാമത്തെ അധ്യായം മത്തായിയുടെ സുവിശേഷം 17-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ ഇത്രയും മാത്രം ഞാൻ ഈ ഭാഗത്തിൽ വായിച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു മറുരൂപ് മലയിലേക്ക് തൻ്റെ ഈ ലോകവാസം അവസാനിക്കുന്ന നേരമായപ്പോൾ തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്ന് നന്നായി അറിയാമായിരുന്ന, താൻ എന്തിനായിട്ട് ലോകത്തിലേക്ക് വന്നുവെന്നും തൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്തെന്നും തൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള മടക്കയാത്ര അതിൻ്റെ സമയം അടുത്തിരിക്കുന്നുവെന്നും അറിയാമായിരുന്ന കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരിൽ പ്രധാനികളായി തൻ്റെ കോർ ഗ്രൂപ്പ് എന്ന് നമ്മൾ എവിടെയും പറയുന്ന ഏറ്റവും പ്രകടമായ വലിയ അത്ഭുത പ്രവൃത്തികൾക്കും വലിയ ദൈവിക പദ്ധതികൾക്കും സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് എല്ലായ്പ്പോഴും കൂട്ടിന് കൊണ്ടുപോയിരുന്ന 3 അപ്പോസ്തലന്മാരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ. അപ്പം ഈ 3 അപ്പോസ്തലന്മാരെയും കൂട്ടി കർത്താവ് ഉയർന്ന ഒരു മലയിലേക്ക്, അതായത് രൂപാന്തര മല അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് എന്നറിയപ്പെടുന്ന താബോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മലയിലേക്ക് വെച്ചിട്ട് ആ മലയുടെ മുകളിൽ എത്തിയപ്പോൾ കർത്താവ് അവിടെ രൂപാന്തരപ്പെട്ടു. അതായത് താൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു യഹൂദൻ എന്ന നിലയിൽ ഒരു സാധാരണ ഒരു യഹൂദന്റെ പരിവേഷമാണ് തൻ്റെ വസ്ത്രത്തിലും തൻ്റെ ശരീരത്തിൻ്റെ ഘടനയിലും തൻ്റെ മുഖത്തിലും അതുപോലുള്ള തൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സാധാരണ യഹൂദനെ എങ്ങനെയാണോ അങ്ങനെ മാത്രമായിരുന്നുവെങ്കിൽ ഈ മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് കർത്താവ് ഒരു രൂപാന്തരം സംഭവിക്കുകയാണ് കർത്താവിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേജസ്സിൻ്റെ ആവരണം ധരിക്കപ്പെട്ടവനായി അവൻ്റെ വസ്ത്രവും മുഖവും സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു ദർശനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷതയിലേക്ക് കർത്താവ് അവിടെ തൻ്റെ അങ്ങോട്ട് കയറി പോകുമ്പോഴുള്ള അവസ്ഥകൾക്ക് വ്യത്യാസമായി താൻ അവരുടെ മധ്യേ രൂപാന്തരപ്പെടുകയാണ്.
അപ്പോൾ ഈ രൂപാന്തരത്തിന് സാക്ഷ്യം വഹിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായ മോശയും എടുത്തുകൊള്ളപ്പെട്ടവരുടെ പ്രതീകമായി ഇരുന്ന് എന്ന് തിരുവെഴുത്തുകൾ പഴയ നിയമത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഏലിയാവും ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ആ മലയിൽ പ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരായ മൂവരും ചേർന്ന് അവിടേക്ക് കയറി പോകുന്നതിനോടൊപ്പം സ്വർഗത്തിൽ നിന്ന് 2 പേരും കൂടി ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി അവിടെ കടന്നു വരുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അവിടെ കാണുന്ന ഒരു കാര്യം, മോശയും ഏലിയാവും യേശുക്രിസ്തുവിനോട് സംഭാഷിക്കുന്നതായി അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നതായി അവിടെ അവർ കണ്ടു എന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് യേശുക്രിസ്തുവിനോട് സ്വർഗത്തിൽ നിന്ന് വന്ന ഈ 2 പേർ സംസാരിച്ചത് എന്ന് മത്തായിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഇതേ സംഭവം തന്നെ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുസലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മത്തായിൽ പറയുമ്പോൾ ഈ ദർശനത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ തേജസ്കരിക്കും നാൾ വരെ ആരോടും മിണ്ടരുതെന്നും യേശു അവരോട് കൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു എന്ന് പ്രസ്താവിക്കുന്നുവെങ്കിൽ, ലൂക്കോസിലാണ് എന്താണ് തേജസ്സിൽ നിന്നും വന്ന ഈ 2 ആളുകൾ, 2 വ്യക്തികൾ, മോശയും ഏലിയാവും തന്നെ യേശുവിനോട് സംഭാഷിച്ചത് എന്ന് നമ്മൾക്ക് ലൂക്കോസാണ് വ്യാഖ്യാനിച്ചു തരുന്നത്. യെരുസലേമിൽ യേശുക്രിസ്തു പ്രാപിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തെ വളരെ വ്യക്തമായി അറിയാവുന്ന, തൻ്റെ മിനിസ്ട്രി, തൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണത, അല്ലെങ്കിൽ താൻ എന്തിനായിട്ട് ലോകത്തിലേക്ക് വന്നുവോ അത് നിവർത്തിപ്പാനുള്ള സമയമായി എന്ന് അറിയാമായിരുന്നു യേശുവിന്. അത് യേശുക്രിസ്തു പലപ്പോഴും ശിഷ്യന്മാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ഏറ്റവും അധികം കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് ഇവിടുന്ന് ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നത് താൻ പോകുന്ന സമയമായി എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ താൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു, എവിടേക്ക് പോകുന്നു, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി താൻ അറിയാമെങ്കിലും തിരുവെഴുത്തുകളെ നിവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് 2 പേർ സന്നിഹിതരായി അവരുടെ മുമ്പാകെ തൻ്റെ ശരിയായ രൂപം, താൻ ആരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. താൻ ആരാണ്? ഇസ്രായേലിൻ്റെ ദൈവമായി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവമായി ഇസ്രായേൽ ജനം ആരാധിച്ചു വന്നിരുന്ന യഹോവയുടെ മാംസപ്രത്യക്ഷതയായിരുന്നു യേശുക്രിസ്തു എന്നുള്ളത് വളരെ ചുരുക്കമായ ആളുകൾ മാത്രമേ ആ തലമുറയിൽ അറിഞ്ഞിരുന്നുള്ളൂ. ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ തലമുറയിൽ, നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലും ഭൂരിഭാഗം വരുന്ന ക്രിസ്ത്യാനികൾ യേശുക്രിസ്തു യഹോവയുടെ പ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പിതാവിൻ്റെ പ്രത്യക്ഷതയാണ് എന്നുള്ള കാര്യം ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, 1% ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ട്. 99% ക്രിസ്ത്യാനികളും ഇത് വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലെ 2ാമത്തെ വ്യക്തിയായി ആണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ എവിടെയോ ഒരു വചനം പോലും
ഒരു തൃത്വത്തെ സംബന്ധിച്ചോ ഒരു ത്രിയേക ദൈവിക സംവിധാനത്തെ സംബന്ധിച്ചോ ഒന്നിൽ കൂടുതൽ ആളത്തങ്ങളുള്ള ദൈവത്തെ സംബന്ധിച്ചോ ഒരു കൂട്ടായ്മയുള്ള ദൈവത്തെ സംബന്ധിച്ചോ പ്രസ്താവിക്കുന്നില്ല. മറിച്ച് ഞാൻ എന്ന് പ്രസ്താവിക്കുന്ന ഒരു ഏക ദൈവത്തെ സംബന്ധിച്ച് മാത്രമേ പഴയ നിയമത്തിൽ പ്രസ്താവിച്ചു കാണുന്നുള്ളൂ. അപ്പോൾ ദൈവം താൻ സംസാരിച്ചു തുടങ്ങിയതും പ്രവാചകന്മാർ തുടങ്ങി വെളിപ്പെടുത്തിയതും ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയതുമായിരിക്കുന്ന സത്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന AD 325 നിക്കിയ സുഹനദോസിൽ ആരംഭിക്കപ്പെട്ട കത്തോലിക്കർ പ്രാമാണിക രേഖയായി കൊണ്ടുവന്ന ത്രിയേക ദൈവ സിദ്ധാന്തവും അത് തുടർന്ന് വന്നിരിക്കുന്ന പെന്തക്കോസ്ത് വരെയുള്ള ഉപദേശങ്ങളും പ്രസ്താവിക്കുന്ന ഒരു ത്രിയേക ദൈവ വിശ്വാസ പ്രമാണത്തെ പഴയ നിയമത്തിൽ എവിടെയും പ്രസ്താവിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിൽ യഥാർത്ഥ സഭ ആരംഭിക്കപ്പെട്ട യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട അപ്പസ്തോലിക സഭയും ഈ കാര്യത്തെ ഒരിക്കലും പിന്താങ്ങുന്നില്ല. അവരുടെ ദൈവം ഏക ദൈവമാണ്. ഇസ്രായേലിന് ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവം ആണ് യഹോവയായി അവർ ആരാധിക്കുന്ന ദൈവം. എന്നാൽ ആ യഹോവ, നിത്യപിതാവായ യഹോവ ജഡത്തിൽ പ്രത്യക്ഷനാകുന്നതിനെ സംബന്ധിച്ച് അവരുടെ പുസ്തകങ്ങളിൽ ഉണ്ടെങ്കിലും പ്രത്യക്ഷനായി അല്ലെങ്കിൽ യെരുസലേമിൽ മരിക്കുകയും ബത്ലഹേമിൽ ജനിക്കുകയും നസ്രത്തിൽ വളരുകയും യെരുസലേമിൽ ഗൊൽഗോഥായിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്ത് മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ തിരുവെഴുത്തുകളെ മുഴുവൻ സാക്ഷീകരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവനെ അവർ ഇന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അവരൊരിക്കൽ പോലും അവരുടെ ദൈവത്തിന് ഒരു മറ്റൊരു അവന് മുമ്പോ ശേഷമോ മറ്റൊരു ദൈവിക സിദ്ധാന്തമോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ദൈവത്തെ ഒരു പങ്കാളിയോ ഉള്ളതായി വിശ്വസിക്കുന്നില്ല. എന്നാൽ പഴയതും പുതിയതുമായി ബൈബിൾ എവിടെയും ദൈവം പല വ്യക്തികളാണ് എന്ന് പ്രസ്താവിക്കാത്തത് കൊണ്ടാണ് യെരുസലേമിൽ സ്ഥാപിതമായ അപ്പസ്തോലിക സഭ അല്ലെങ്കിൽ പരിശുദ്ധാത്മ പൂർണ്ണമായ സഭ ആ യേശുക്രിസ്തുവിനെ യഹോവയുടെ പ്രത്യക്ഷതയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായിട്ട് അപ്പോസ്തലന്മാർ പ്രസ്താവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ അപ്പോസ്തലന്മാർ അടയാളപ്പെടുത്തി അല്ലെങ്കിൽ അവരെ പ്രമാണിക്കുകയും ഉപദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്ത ഏകദൈവ വിശ്വാസത്തിൻ്റെ സാക്ഷികളാണ് അപ്പോസ്തലന്മാർ. ആ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിനും ഉപദേശിച്ചതിനും പ്രമാണിച്ചതിനും അപ്പുറമായ ഒരു ഉപദേശം ആരെങ്കിലും പ്രസ്താവിച്ചാൽ അവരെ സംബന്ധിച്ച് ദൈവവചനം പറയുന്ന അവർ ശപിക്കപ്പെട്ടവർ എന്നാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ ഒന്ന് വിളിച്ചറിയിച്ചാൽ അവർ ശപിക്കപ്പെട്ടവർ. അപ്പോൾ ഇത്തരത്തിൽ ശാപയോഗ്യമായ സുവിശേഷം പ്രസ്താവിക്കുന്ന, ഉപദേശം പ്രസ്താവിക്കുന്ന കോടിക്കണക്കിന് 10,000-കണക്കിന് കോടി ജനങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ത്രിയേക ദൈവസഭകൾ ഈ ലോകത്തിലുണ്ടെങ്കിലും ശരിയായ ഏകദൈവവിശ്വാസമുള്ള ക്രിസ്തീയ കൂട്ടായ്മകൾ ലോകത്തിൽ അങ്ങിങ്ങായിട്ടുണ്ട്. എന്നാൽ ഈ ഭൂരിഭാഗം വിശ്വസിക്കുന്നതാണ് ശരി എന്നൊരു ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് അനവധി ആളുകളും ഈ ശരിയായ മാർഗത്തെ ഇന്നും ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിൻ്റെ സത്യസഭ ശ്ലൈഹികമാണ്, അത് ഏകമാണ്, സാർവത്രികമാണ്, അത് ചെറുതാണ്, അംഗസംഖ്യയിൽ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ എൻ്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ആട്ടിൻകൂട്ടമായി ഈ കാലത്ത് യെരുസലേമിൽ സ്ഥാപിതമായ അപ്പസ്തോലിക സഭയുടെ ഒരു ഉപദേശമുള്ള ആ മാർഗത്തെ പിന്തുടരുന്ന, ആ ഉപദേശത്തെ പിൻപറ്റുന്ന, അതിനെ പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടായ്മ ലോകത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി അത് പ്രസ്താവിക്കുന്ന JCNDSD എന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഈ ഒരു ചെറിയ സുവിശേഷം, ഈ ചെറിയൊരു സന്ദേശം ഇന്ന് രാത്രി നിങ്ങളോട് അറിയിക്കുവാൻ എനിക്ക് സ്വർഗത്തിലെ ദൈവം അവസരം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേട്ടവരായി നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അന്ത്യകാലത്ത് യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ തിരുവെഴുത്തുകൾ അതിനായി നിങ്ങൾക്ക് ഇടവരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം ഒരുക്കി തന്ന വിലയേറിയ അഡ്മിന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.